എല്ലാവർക്കും ശാസ്ത്ര ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവരും ഉഷാറല്ലേ? ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഗണിതശാസ്ത്രത്തിലെ അക്കങ്ങളിൽ ഒരു വമ്പനെ കുറിച്ചാണ്. ഏതാ വമ്പൻ? ആ വമ്പൻ മറ്റാരുമല്ല, 9. എന്താ 9 മാത്രം മറ്റാർക്കുമില്ലാത്തൊരു പ്രാധാന്യം? 9 പ്രത്യേകതയുണ്ട്. ഒന്നല്ല, ഒരുപാട് പ്രത്യേകതകളുണ്ട്. മറ്റാർക്കും ഇല്ലാത്തത് തന്നെയാണ്. ഓരോരുത്തർക്കും ഓരോ പ്രത്യേകതയാണ്. 9 പ്രത്യേകതയെക്കുറിച്ചാണ് ഇന്ന് നമ്മുടെ ക്ലാസ്. എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി ഇരിക്കുക. എന്താ 9 പ്രത്യേകത നോക്കാം. 9 ഗുണനപ്പട്ടിക നമുക്കറിയാം. ആ ഗുണനപ്പട്ടിക ചൊല്ലുമ്പോൾ തന്നെ നമുക്കറിയാം 9 പ്രത്യേകത എന്താണെന്നില്ലേ? ഏത് ഗുണനപ്പട്ടിക 9 ഏത് സംഖ്യയായിട്ടുള്ള ഗുണനം നോക്കൂ. ഒരു 9 9, 2 9, അത് 18. ആ 1 8 കൂട്ടിയാൽ 9 അല്ലേ? 3 9, 27, 2 7 കൂട്ടിയാൽ 9, 4 9, 36, 3 6 കൂട്ടിയാൽ 9. 9 എല്ലാ ഗുണിതങ്ങളും നമുക്ക് കിട്ടുന്ന ആ അക്കങ്ങൾ ഓരോന്നോരോന്നായി കൂട്ടി നോക്കുമ്പോൾ 9 അവസാനിക്കുന്നത്. അതല്ല പ്രത്യേകത. ഇനിയും 1-2 പ്രത്യേകതയുണ്ട്. ഒരു 2 അക്കമുള്ള സംഖ്യ, പെന്നും കടലാസൊക്കെ എടുത്ത് വേണമെങ്കിൽ എഴുതാം. ഒരു 2 അക്കമുള്ള സംഖ്യ, ആ സംഖ്യയിലെ അക്കങ്ങൾ തമ്മിൽ കൂട്ടാം. കൂട്ടിയിട്ട് ഈ പറഞ്ഞ 2 അക്കമുള്ള സംഖ്യ ഒന്ന് കുറച്ചു നോക്കൂ. മനസ്സിലായില്ല? 2 അക്കമുള്ള സംഖ്യ, ഉദാഹരണം 73. 7 3 കൂട്ടിയാൽ 10. ആ 10 73 നിന്ന് കുറച്ചാൽ എന്താ കിട്ടുക? 63. 6 3 കൂട്ടിയാൽ 9 അല്ലേ? അപ്പോൾ നമുക്ക് ക്ലാസ്സിൽ കളിക്കാം. ഏതെങ്കിലും ഒരു 2 അക്കമുള്ള സംഖ്യ എഴുതാൻ പറയുക. എന്നിട്ട് പറയുക, ആ 2 അക്കങ്ങളും കൂട്ടുക. എന്നിട്ട് ഈ വലിയ ആദ്യം പറഞ്ഞ സംഖ്യയിൽ നിന്ന് കുറയ്ക്കുക. കുറച്ചോ? ആ, കുറച്ചു. അതിലൊരു സംഖ്യ നീ പറഞ്ഞാൽ മറ്റേ സംഖ്യ ഞാൻ പറയാമെന്ന് പറയാം. മനസ്സിലായില്ല അല്ലേ? ഉത്തരത്തിൽ ഒരു സംഖ്യ 4 ആണെങ്കിൽ മറ്റേത് 5 ആയിരിക്കും. കൂട്ടിയാൽ 9 ആയിരിക്കും. അപ്പോൾ 2 അക്കമുള്ളൊരു സംഖ്യ, ആ അക്കങ്ങൾ തമ്മിൽ കൂട്ടി സംഖ്യയിൽ നിന്ന് കുറച്ചാൽ കിട്ടുന്ന അക്കങ്ങൾ എപ്പോഴും ആ അക്കങ്ങളുടെ തുക 9 ആയിരിക്കും. അപ്പൊ ചില 2 അക്കമുള്ള സംഖ്യയിൽ നിന്ന് അക്കങ്ങൾ കൂട്ടി കുറച്ചാൽ ഒറ്റ അക്കേ കിട്ടൂ. അപ്പൊ എനിക്ക് കിട്ടിയ ഉത്തരം 2 അക്കമില്ല, 1 അക്കമേ ഉള്ളൂ എന്നാണെങ്കിൽ 9 ആയിരിക്കും. യാതൊരു സംശയവും ഇല്ല അതില്. 9 അല്ലെങ്കിൽ 2 അക്കം ഉണ്ടാവും. ആ 2 അക്കങ്ങളും കൂട്ടിയാൽ ഉത്തരം 9. കണ്ടോ 9 വിദ്യ? ഇത് 2 അക്കമുള്ള സംഖ്യകൾ എന്നല്ല, 3 അക്കമുള്ള സംഖ്യകൾ നോക്കൂ. ഇപ്പോ 135 എഴുതി നോക്കൂ. 3 അക്കമാണ്. 135 ഓരോ അക്കങ്ങളും നമ്മൾ കൂട്ടുകയാണ്. കൂട്ടിയാൽ നമുക്കറിയാം 1 3 4 5 9 അല്ലേ? 9 കുറച്ച് നോക്കൂ. 135 9 കുറച്ചാൽ എന്താ കിട്ടുക? നല്ലോണം ആലോചിച്ച് നോക്കൂ. 126. അതിലേതെങ്കിലും ഒരു സംഖ്യ മയച്ചു കളഞ്ഞോലൂ. ബാക്കിയുള്ള 2 അക്കവും പറഞ്ഞാൽ ഒരക്കം ഞാൻ പറയാന്ന് പറഞ്ഞാൽ മതി. സംഖ്യയല്ല, ഒരക്കം. അവസാനം കിട്ടുന്നത് 126. 1 2 3 6 9. അപ്പൊ അതിലൊരു കുട്ടി 2 അക്കമേ പറയുന്നുള്ളൂ എങ്കിൽ 3-മത്തെ നമുക്ക് പറയാലോ. അപ്പൊ ഇത് 3 അക്കത്തിനാണോ? അല്ല. എത്ര അക്കങ്ങളായാലും ആ അക്കങ്ങളെല്ലാ, ഒരു സംഖ്യ എത്ര വലിയ സംഖ്യ ആയാലും ആ സംഖ്യയിലെ എല്ലാ അക്കങ്ങളും കൂട്ടി ഈ സംഖ്യയിൽ നിന്ന് കുറച്ചാൽ ഒരു സംശയവുമില്ല, ആ എല്ലാ ബാക്കിയുള്ള അക്കങ്ങളൊക്കെ കൂട്ടി നോക്കുക. അത് ഉറപ്പിക്കാം. കൂട്ടുമ്പോൾ ശ്രദ്ധിക്കണം. എല്ലാം കൂടെ കൂട്ടി, അക്കങ്ങളൊക്കെ കൂട്ടി സംഖ്യയിൽ നിന്ന് കുറയ്ക്കുമ്പോൾ ഒരുപാട് അക്കങ്ങൾ ഉണ്ടാവും. ആ അക്കങ്ങൾ നമ്മൾ മനസ്സിൽ ഇങ്ങനെ കൂട്ടി നോക്കണം. ഏറ്റവും അവസാനം എത്തുക 9 18 അവസാനിക്കും. അപ്പോൾ 1 8 9. 27 അക്കങ്ങളൊക്കെ കൂട്ടി അവസാനിക്കുന്നത്. അല്ലെങ്കിൽ 153 ആകും.
അത് വീണ്ടും കൂട്ടണം. 1 5 6 3 9 അവസാനിക്കും. അങ്ങനെ എത്ര വലിയ സംഖ്യയായാലും ശ്രദ്ധിച്ചു കേൾക്കണം, അതിലെ അക്കങ്ങളെല്ലാം കൂട്ടി സംഖ്യയിൽ നിന്ന് കുറയ്ക്കാം. കുറച്ചാൽ എത്ര വലിയ അക്കങ്ങളുള്ള ഉത്തരം കിട്ടിയാലും അതെല്ലാം ഒന്ന് കൂട്ടി നോക്കൂ. കൂട്ടിയിട്ട് ഉത്തരം കിട്ടിയ ഉത്തരത്തിൽ അക്കങ്ങൾ വീണ്ടും കൂട്ടി നോക്കൂ. അങ്ങനെ 1 2 തവണ കൂട്ടിയാൽ ഏറ്റവും അവസാനം നമ്മൾ ഞെട്ടിപ്പോകും. 9ലാണ് അവസാനിക്കുക. ഈ 9ന് രസകരമായ ഒരു കാര്യം കൂടി. അപ്പോൾ നമ്മൾ ഒരാളെ മാറ്റി നിർത്തണം. ആരാ അത്? നിങ്ങൾ 1 മുതൽ 9 വരെ എഴുതണം. പക്ഷേ 8 വേണ്ട. ഒരു സംഖ്യ ഞാൻ പറയുന്നത്. ഏതാ സംഖ്യ? 1 2 3 4 5 6 7 8 വേണ്ട, 9 എന്ന് എഴുതിയിട്ട് ആ സംഖ്യയെ 9ൻ്റെ ഏതെങ്കിലും ഒരു ഗുണിതം കൊണ്ട്, 9 ഗുണിച്ചാൽ കിട്ടുന്ന ഏതൊക്കെയാ അല്ലേ? 2 9 18 ഉണ്ട്, 3 9 27, 4 9 36. ഈ 18 കൊണ്ടോ 27 കൊണ്ടോ അല്ലെങ്കിൽ 36 കൊണ്ടോ 9ൻ്റെ ഏതെങ്കിലും ആ ഗുണനപ്പട്ടികയിൽ കിട്ടുന്ന ഏതെങ്കിലും സംഖ്യ കൊണ്ട് ഒന്ന് ഗുണിച്ചു നോക്കൂ. ഏതിനെ? 1 2 3 4 5 6 7 9 ഗുണം 18 അല്ലെങ്കിൽ ഗുണം 27 അല്ലെങ്കിൽ ഗുണം 36. എന്തായിരിക്കും ഉത്തരം? അത് ഒരു സസ്പെൻസായി കിടക്കട്ടെ. വെറുതെ പെന്നും പേനയും എടുത്തിട്ട് കടലാസിൽ എഴുതുക. എന്താ എഴുതേണ്ടത് മനസ്സിലായല്ലോ? 1 2 3 4 5 6 7 9 ഇൻറ്റു ഏതുകൊണ്ടാണ് ഗുണിക്കേണ്ടത്? ഇഷ്ടമുള്ള സംഖ്യയുണ്ട്. 9ൻ്റെ ഏതെങ്കിലും ഒരു കൊണ്ട്. 18 കൊണ്ടാവാം, 27 കൊണ്ടാവാം, 36 കൊണ്ടാവാം, 54 കൊണ്ടാകാം, 45 കൊണ്ടാകാം. ഒന്ന് ഗുണിച്ചു നോക്കൂ. ഗുണിച്ചിട്ട് കിട്ടുന്ന ഉത്തരം എന്താണ് എന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. 9ൻ്റെ മറ്റൊരു പ്രത്യേകത അവിടെ നിങ്ങൾക്ക് മനസ്സിലാകും. ഓക്കെ, ഇനി ബാക്കി മറ്റൊരു ക്ലാസ്സിൽ.